പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാനിലും പാക് അധിനിവേശ കശ്മീരിലുമായി 9 ഇടങ്ങളിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ മിന്നൽ മിസൈൽ ആക്രമണം ഇന്നും രാജ്യം വളരെ അഭിമാനത്തോടെയാണ് ഓർക്കുന്നത്. 2025 മെയ് 7 പുലർച്ചെ 1:44 ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട ദൗത്യം നടത്തി. മുസഫർബാദ്, ബഹവൽപൂർ, അതുപോലെ കോട്ലി, മുരീഡ് എന്നിങ്ങനെ 9 ഭീകര കേന്ദ്രങ്ങളിലായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ മിഷനിലൂടെ ആക്രമണം നടത്തിയത്. ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്ദൂർ മിഷന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് അധികൃതർ. ഭീകരവാദ കേന്ദ്രങ്ങൾ കൃത്യമായി പോയിന്റ് ചെയ്ത് ബ്ലാസ്റ്റ് നടത്തുന്നു. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തവിടുപൊടിയായത് ജെയ്ഷെ മുഹമ്മദിന്റെ താവളങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ത്യയുടെ മിന്നൽ പിളർ പാക്കികളുടെ നെഞ്ചത്ത് തറച്ച നിമിഷം കൂടിയായിരുന്നു അത്. ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഡ്രോണുകൾ ലക്ഷ്യമിട്ടതെന്നാണ് നിഗമനം. കശ്മീരിലെ താംകളിൽ നിന്ന് 36 കിലോമീറ്റർ അകലെയുള്ള മുസഫർബാദിലെ സൈന ബിലാൽ ക്യാമ്പ്, ജമ്മുവിലെ രജൌരിയിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള കോട്ലി ഗുൽപൂർ ക്യാമ്പ് എന്നീ ഭീകര താവളങ്ങളുടെ ചിത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. മെയ് 7-നാണ് രണ്ടിടത്തും ഇന്ത്യയുടെ ആക്രമണമുണ്ടായത്. ഏപ്രിൽ 22-ന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര താവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയത്. പാക് അധീന കശ്മീരിന്റെ തലസ്ഥാനമായ മുസഫർബാദിലെ ജൈന ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ താവളമാണ്. ഭീകര സംഘത്തിലെത്തുന്നവർക്കുള്ള പരിശീലന കേന്ദ്രം കൂടിയാണിത്. ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും പ്രയോഗം, വനപ്രദേശങ്ങളിലെ അതിജീവനം തുടങ്ങിയ കാര്യങ്ങളിലുള്ള പരിശീലനം ഇവിടെ നൽകി വരുന്നു. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ ഈ ഭീകര താവളത്തിന് കാര്യമായ കേടുപാട് സംഭവിച്ചുവെന്ന് വ്യക്തമാണ്. കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്കും ചുമരുകൾക്കും കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുള്ളതായി ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് 2023 ജൂണിൽ സൈന ബിലാൽ ക്യാമ്പിലേക്ക് പ്രത്യേക പരിശീലനത്തിനായി ഭീകരരെ അയച്ചിരുന്നു. നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഉറിയിലും കേരളിലും ഭീകരരെ വിന്യസിക്കാനും കടുവയ്ക്കും ക്രാമ്പനും ഇടയിലുള്ള റെയിൽവേ പാലം തകർക്കാനും ഭീകര സംഘടന ലക്ഷ്യമിട്ടിരുന്നതായുള്ള വിവരം ലഭിച്ചതായി സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. പരിശീലനത്തിനു ശേഷം ഈ ഭീകരരെ പാകിസ്ഥാനിലെ പഞ്ചാബിലെത്തിച്ച് ആശയവിനിമയത്തിനുള്ള പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു. പരിശീലനം പൂർത്തിയായതോടെ 4 മുതൽ 8 പേർ വരെയുള്ള സംഘങ്ങളായി വിഭജിക്കപ്പെട്ട ഭീകരർ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ 2024 മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ കൊല്ലം ജമ്മുവിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഈ സംഘങ്ങൾ നടത്തിയതാണ്. മുഫ്തി അസ്തർ ഖാൻ കശ്മീരി, അതുപോലെ അമീർ ജെയ്ഷെ മുഹമ്മദ്, അബ്ദുള്ള ജിഹാദി, ആഷിഖ് നെഗ്രു എന്നീ കൊടും ഭീകരർ നിരന്തരം ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർക്ക് വേണ്ടി ക്യാമ്പിന് സമീപം അതിഥി മന്ദിരങ്ങളും പണിതിരുന്നു. പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ISI ആണ് ഭീകര സംഘടനയ്ക്ക് വേണ്ട സഹായം നൽകിയിരുന്നതെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. പാക് ഭീകര സംഘടനയുടെ കൃത്യമായ സ്ഥാനം കണ്ടെത്താൻ കാലങ്ങളായി ശ്രമിക്കുകയാണെന്നും എന്നാൽ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ലെന്നും പഹൽഗാം ഭീകരാക്രമണം അതിന് വഴിയൊരുക്കിയെന്നും വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥൻ സതീഷ് ദുവ NDTVയോട് പറഞ്ഞു. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മാക്സർ ഉപഗ്രഹ ചിത്രങ്ങൾ ജർമ്മൻ വാർത്താ ഏജൻസിയായ TRT ടച്ച് ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. രജൌരി, പൂഞ്ച് മേഖലകളിൽ ആക്രമണങ്ങൾ നടത്തിയിരുന്ന ലഷ്കർ-ഇ-തോയ്ബ ഭീകര സംഘടനയുടെ ബേസ് ക്യാമ്പായി കണക്കാക്കപ്പെടുന്നതാണ് കോട്ലിയിലെ ഗുൽപൂർ ക്യാമ്പ്. ഇവിടെ നിന്നുള്ളതാണ് രണ്ടാമത്തെ സെറ്റ് ചിത്രങ്ങൾ. ഇവിടെയുള്ള കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്ക് സാരമായ കേടുപാട് സംഭവിച്ചതായി ചിത്രങ്ങളിൽ കാണാം. 2023-ലും 2024-ലും തീർത്ഥാടകർ സഞ്ചരിച്ച ബസിന് നേർക്കുമുണ്ടായ ആക്രമണങ്ങൾക്കും പിന്നിൽ ഈ ക്യാമ്പിൽ നിന്ന് പരിശീലനം നേടിയ ഭീകരരാണെന്ന് കരുതപ്പെടുന്നു. അതേസമയം പൂഞ്ചിലും രജൌരിയിലും ഭീകരപ്രവർത്തനം ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പ് നടത്തിവന്നത്. അതാണ് സൈന്യം വ്യോമാക്രമണത്തിൽ തകർത്തത്. ഗൊറില്ല യുദ്ധതന്ത്രം, അതിജീവന പരിശീലനം, ആയുധ പരിശീലനം എന്നിവയിൽ ഇവിടെ ഭീകരർ പരിശീലനം നേടിവരുന്നു.